ഇതിന് വാങ്ങിച്ചാട്ടാ, ചൂണ്ടക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചാ, ചൂണ്ടിട്ടിട്ട് പിടിക്കണതാണ്. നമ്മുടെ ഇവിടെ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യന് ചൂണ്ടായിരുന്നു കിട്ടിയതാ. അപ്പം ഞാൻ വാങ്ങിച്ചു. ഇതിനെ 2.5 കിലോ തൂക്കുണ്ട്. 700 രൂപ വാങ്ങിച്ചവനെ. കൊണ്ടുവരുമ്പോ പുള്ളിക്ക് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം വെള്ളത്തിലിട്ടപ്പോഴേക്ക് ആള് സമാധിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ വെട്ടി നുറുക്കലായി, കൂട്ടാൻ വെക്കലായി, ഒരു ബഹളം. ഇതിങ്ങനെ വഴുവഴാന്നിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഇതിനെ നന്നാക്കാറില്ല. ഭാഗ്യം തന്നെയാണ് ഞാൻ നന്നാക്കി തരാറുള്ളതും കഴിക്കാറുള്ളതും. എനിക്ക് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ജീവനുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിനൊന്നും കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. ജീവൻ ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കൈയൊക്കെ നോക്കും, എന്താല്ലേ. അങ്ങനെ നമ്മൾ ഇതിനെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വൃത്തിയാവാത്ത കാരണം കൊണ്ടേ കുറച്ച് പുളിവെള്ളത്തിൽ നമ്മളതിനെ ഇട്ട് വെക്കും കേട്ടോ. ഇന്ന് വൈകുന്നേരം വെറും ദോശം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച എനിക്കാണ് ഈ വക മുട്ടൻ പണി കിട്ടിയത്. അങ്ങനെ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് ചൂടുവെള്ളം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതായത് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് ഈ മീനെ 2 അതിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ കറുപ്പ പാടുകളുണ്ടല്ലോ, അതായത് ആ കറുത്തിരിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. കല്ലിൽ ഉരയ്ക്കുമ്പോഴേ ഇതിനെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. ഉപ്പുകല്ലിട്ടിട്ട് കല്ലിൽ ഉരച്ചാലും മതി എന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ചേറിൻ്റെ മണമൊക്കെ പോയിട്ടുള്ള ഒരു ഫീൽ വരാറുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ മീനിനെ ചേറാൻ എന്ന് പറയും കേട്ടോ, വാഗ എന്നൊക്കെ പറയുന്നു തോന്നുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ പറയാന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇവിടെ മഴക്കാലമായിട്ടുണ്ടെങ്കിലേ പുഞ്ചപ്പാടത്തേക്ക് ഒരു പോക്കുണ്ട്. ചെറുപ്പത്തിൽ ചേട്ടന്മാരെ പിന്നാലെ ഞാനും കുറേ പോയിട്ടുണ്ട്. അവിടെ വെട്ടി പിടിക്കലാണ് പതിവ്. ഇതിനല്ല കേട്ടോ, ബ്രാലിനെയൊക്കെ. അന്ന് ഗമറ്റൻ തവളകളെയൊക്കെ കിട്ടായിരുന്നു. ഞാനിതിനൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതിനൊന്നും കിട്ടിയാൽ കഴിക്കാനുള്ള ഒരു മനക്കെട്ടി എനിക്കില്ല. അത് കാരണം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് കഷ്ണങ്ങളാക്കിയിട്ട് കുരുമുളകും ഉപ്പും മാത്രം തിരുമ്പി വറുത്ത് വെച്ചിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഭാഗ്യം പക്ഷെ വേറെ കഥയാണ് പറയാറുള്ളത് കേട്ടോ. ഇവിടെ അച്ഛൻ കിലോ കണക്കിന് ബ്രാലൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ സ്ലൈസ് ആക്കി ഉപ്പും മുളകും ഒക്കെ തിരുമ്പി വറുത്ത് വെക്കും. അത്ര മാസങ്ങളോളം ഇരിക്കുമെന്ന് ഇതിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട്. എന്നിട്ട് കരിമുര കറിച്ച് തിന്നും. ചുറ്റും നോക്കി വെക്കണ ചേച്ചിക്കും ഭാഗ്യനും പോലും കിട്ടാറില്ല അതിന്നൊരു കഷ്ണം എന്ന് ഭാഗ്യം ചിരിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് നെഞ്ചിൽ ഇവിടെ കുത്തല് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അങ്ങനെ ഒരു കാലഘട്ടം അല്ലേ. അങ്ങനെ നമ്മളിതിൽ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മാത്രമാണ് തിരുമ്മിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഫ്ലേവേഴ്സ് ഇഞ്ചിരിയും വെളുത്തുള്ളിയും ഒന്നും ഫ്ലേവേഴ്സ് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ പിന്നെ കഴിക്കില്ല, ശ്രീകുട്ടൻ്റെ ആവശ്യത്തേക്ക് നോക്കുകയില്ല. അച്ഛനും ഏട്ടായും അതുപോലെ തന്നെ ഭാഗ്യനും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ചേച്ചിക്ക് എനിക്കൊന്നും വലിയ കമ്പല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കരിവേപ്പില ഇടുന്നതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു റീസണാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെളിച്ചെണ്ണ അധികം വേണ്ടാത്ത കാരണം കൊണ്ട് നമ്മുടെ മീഷോന്ന് ഈ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സിമ്പിളാണ്. എന്നിട്ട് ആ വറുത്ത് ഇതിനെങ്ങനെ ചോറിൻ്റെ കൂടെ 2-3 ദിവസമൊക്കെ ചൂടാക്കി ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്.